പരിപാടിയുടെ ഹലോ ഗായ്സ്, നമ്മൾ വെറുതെ അവിടെ തിരിഞ്ഞ് ഫോട്ടോ കടയിൽ ചാർജ് ഉണ്ടാവില്ല കേട്ടോ. ഞാനെൻ്റെ ഹായ് ഹലോ വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഇന്ന് നമ്മൾ പോണത് തിരുവനന്തപുരത്തേക്ക് IMFKയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ്, ശരിക്കും ഞാൻ പോകുമ്പോൾ ഇങ്ങനെയൊരു വ്ളോഗ് എടുക്കണം കരുതിയിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് ഞാൻ ഈ ഒരു കാര്യം തന്നെ മറന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്ന് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വല്ലാണ്ട് ക്ലിപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എല്ലാ ക്ലിപ്സ് വെച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ അനിയനും പിന്നെ എൻ്റെ ഫ്രണ്ട് വന്ദനയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം 3 പേർക്കും ആ സ്ഥലത്തിനെ കുറിച്ചിട്ടൊന്നും അറിയണ്ടേനില്ല. നമ്മളവിടെ പോകുന്നു, അവിടെ എത്തിയിട്ട് പിന്നെ അവിടെയുള്ള ഒരു മിസ്സിനെ വിളിക്കാം, അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം വന്ദനയെ വിളിക്കാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് 6 മണിക്കുള്ള ലോക്കൽ ട്രെയിനിലാണ് നമ്മൾ കുറ്റിപ്പുറത്തേക്ക് പോകുന്നത്. അവിടെ എത്തിയിട്ട് 7:20 നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ 3 പേരും അവിടെ നിന്നായിരിക്കും കയറുക. ഗൈസ്, ഇതാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. നമ്മളിവിടെ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ വന്ദന. ഗൈസ്, ഞങ്ങൾ പോവാണ്. കരഞ്ഞ് മേടിച്ച് കിട്ടിയതാണ് പൊന്നു പോലെ തിരിച്ചെത്തിച്ച് അമ്മയും അച്ഛൻ്റെ വയറ്റിലോട്. ഈ വരുന്നതാണ് നമ്മളെ ട്രെയിന്. സ്വന്തമായി ട്രെയിൻ കയറാൻ അറിയാത്ത വന്ദനയുടെ 2ാമത്തെ ട്രെയിൻ യാത്രയാണ് ഗൈസ് ഇത്. നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള ആദ്യമായിട്ടുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇനി ട്രെയിൻ കയറിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ കയറിയ സമയത്ത്. അത്ര തിരക്കായിട്ടും വന്ദനയ്ക്ക് കയറിയ സമയത്ത് തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും വിൻഡോ സീറ്റ് ഗൈസ്. എന്താ ചെയ്യുക, ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഞാനും നിഹാലൊക്കെ ഇരിക്കുന്ന സമയത്ത് ട്രെയിൻ ഏകദേശം എറണാകുളം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 3:55 ആ ഒരു ടൈം ആയിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ട് ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ ആവുന്ന വരെ ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഒരു 6 മണി 7 മണി ആ ഒരു നേരമാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ 2 മണിക്കൂർ നമ്മൾ AC വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഈ ഒരു സാധനം മൊത്തത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ AC വെയിറ്റിംഗ് ഹാളിലെത്തി. ഇവിടുത്തെ കാര്യം പറയാനാണെങ്കിൽ 5 പൈസക്ക് കൊള്ളൂലായിരുന്നു. എന്നാലും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഇരുന്നു. ഒരു 2 ഹവർ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്നും പോന്നു. പിന്നെ ഇനിയാണ് നമ്മളെ മെയിൻ കാര്യം, നമ്മൾ എന്ത് ചെയ്യും. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്കുള്ള വഴി തേടി പോവുകയാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി. നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ് മുന്നിലൊരു അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു ഹോട്ടൽ കണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മുടെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. നമ്മളൊരു KSRTC ബസ്സിലാണ് നമ്മളെ ലൊക്കേഷനിലേക്ക് പോകുന്നത്. ടാഗോർ തിയേറ്ററാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുവരെയായിട്ട് KSRTC ബസ്സിൽ 10 രൂപ കൊടുത്തിട്ട് പോയിട്ടില്ല. വന്ദന വളരെ ഹാപ്പിയാണ്. ഇതിൽ ഞങ്ങൾ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വളരെ അധികം ക്ഷീണിച്ചിട്ടുണ്ടെന്നുള്ളത്. ഞാൻ മാത്രമല്ല ഗൈസ്, ഞങ്ങൾ 3 പേരും സത്യം പറഞ്ഞാൽ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ളൊരു അവധില്ലായിരുന്നു.
അവിടെ എത്തിയപ്പോഴാണ് അവർ പറയുന്നത് നമ്മൾ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പം റൂം എന്ന് കിട്ടൂല എന്നുള്ളത്. ഓൾറെഡി നമ്മൾ നല്ല ക്ഷീണിച്ചിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇങ്ങനെയും കൂടെ പറഞ്ഞപ്പോഴേ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി റൂമും തിരഞ്ഞ് നടന്ന. അങ്ങനെ ഒരു ഓട്ടോക്കാരൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള റൂമാണിത്. റൂം കയറിയതിൻ്റെ ശേഷം നമ്മൾ നേരെ ഫ്രഷ് ആവാനാണ് പോയത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് നമ്മളെ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ. ഇതാണ് നമ്മളെ പൂക്കി വന്ദന. ഉറക്കത്തിലും ക്യൂട്ട്നെസ് വാരി വിതറോൾ. പിന്നെ ഇതിൻ്റെ അനിയനെ ഓന് ക്യാമറ കണ്ട അപ്പോൾ മണ്ടു. 12 മണിൻ്റെ മുന്നേ നമ്മൾ അവിടെ കൗണ്ടറിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ വേഗം പോകുന്നത്. നമ്മളവിടെ പോയിട്ട് നമ്മളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേര് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. കോളേജിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എൻട്രി ചെയ്യണം. ഇവിടെ എത്തി ആദ്യം തന്നെ നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്തേക്കാണ് പോയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡൻസ് പറയണം, എന്നാലേ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടുള്ളൂ. അവിടെ പോയി കുറച്ച് നേരം പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോകുന്നത്. ഗൈസ്, ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ഫുഡാണ്. അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, പറയാതിരിക്കാൻ പറ്റൂല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ പാടനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷം നേരെ നമ്മൾ റൂമിലേക്കാണ് പോണത്. നമ്മൾ റൂമിലേക്ക് പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ അതിന് ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും റൂമിലേക്ക് പോകണത്. റൂം നമ്മൾ രാവിലെ കയറിയ സമയത്ത് എനിക്ക് റൂം മൊത്തത്തിൽ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഫ്രഷ് ചെയ്തിട്ട് 12 മണിയാകുമ്പോഴത്തേനും അവിടെ എത്താൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് റൂം നേരമാണ് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളിപ്പോൾ കണ്ടോളി, ഇതാണ് നമ്മളെ റൂം വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരങ്ങൾ കാണാം ഗൈസ്. പക്ഷെ നമ്മൾ റൂമിലെത്തിയ സമയത്ത് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം മാറ്റാൻ വിചാരിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. ആ കിടന്നത് തന്നെ ഓർമ്മയുള്ള കേസ്. പിന്നെ നമ്മൾ നീക്കുന്നത് 4 മണിക്കായിരുന്നു. പിന്നെ നമുക്ക് ക്ഷേത്രത്തേക്ക് പോകാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പിന്നെ തിരിച്ചു പോകുന്നു. ഗൈസ്, ഞങ്ങൾ കറക്റ്റ് ടൈമിങ്ങിനായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചീഫ് മിനിസ്റ്റർ ഇവിടെ എത്തിയതും നമ്മളെത്തിയതും ഏകദേശം ഒരേ ടൈമിലായിരുന്നു. അതാണ് ഈ ഒരു സൗണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോണത്. ഫുഡ് കഴിക്കുന്നിടത്തുള്ള ക്ലിപ്പും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ ഓണാക്കി നടക്കും. ബീച്ചിലേക്കുള്ള വഴി നടന്നു പോകും. അങ്ങനെ ബീച്ചിലേക്ക് പറഞ്ഞാൽ നമ്മളൊരു 1.5 കിലോമീറ്ററോളം ലൊക്കേഷൻ ഓണാക്കി നടന്ന്, പക്ഷേ ബീച്ചിലിട്ട് എത്തിയതുമില്ല. നമ്മൾ പകുതി വയ്ക്കുന്ന തിരിച്ചു പോകുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അത്രയും നടന്നത് വെറുതെ ആവണ്ടെന്ന് കരുതിയിട്ട് നമ്മളവിടെ ATM പോയിട്ട് നമ്മൾ ക്യാഷ് എടുത്തിട്ട് പോകുന്നു. നമ്മളിപ്പോൾ പോണത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അവിടേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ഡ്രസ്സ് തന്നെ വേണമെന്നുള്ളതുകൊണ്ട് നമ്മളതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ പോണത്. ആ കാണുന്നതാണ് നമ്മളെ പത്മനാഭസ്വാമി ടെമ്പിൾ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. പിന്നെ പറയാനാണെങ്കിൽ പിന്നെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ടെമ്പിളാണത്. സൂര്യൻ ഉദിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹോളിലാണ് പ്രകാശം വന്ന് ആദ്യം പതുക്കി, അത് കഴിഞ്ഞ് സെക്കൻഡ് ഹോളിൽ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ടെമ്പിളാണ് ഗൈസ്. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്.
ഇതാണ് ഗൈസ് നമ്മളെ പുതിയ റൂം. ഇത് നമ്മൾ IMFKയുടെ പ്രോഗ്രാമിന് നമുക്ക് അവർ തന്നിട്ടുള്ള റൂമാണ്. ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഗൈസ് എൻ്റെ മെയിൻ അവൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടേക്കാണ് ഈ പോണതെന്ന്. നമ്മൾ ChatGPT നോക്കിയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് SM സ്ട്രീറ്റ് പോലെയൊക്കെയാണ് ആ സ്ഥലം, നല്ല ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ ഓണാക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഗൈസ് ChatGPT നമ്മളെ പറ്റിച്ചു. നമ്മളിവിടെ എത്തിയ സമയത്ത് ഫുൾ അമ്പലത്തിലെ പൂജക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു ക്രാഫ്റ്റിൻ്റെ ഷോപ്പ് കണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എത്തിയപ്പം ഇവിടെ DJ പാർട്ടി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് നൈറ്റ് ആയിരുന്നു ഇത്. ഇവിടെ പ്രോഗ്രാം നാളെയും കൂടെ ഉണ്ട്, പക്ഷേ നമ്മളെ ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്ന്. അന്ന് തന്നെ നമുക്ക് DJ പാർട്ടിയും കൂടി കിട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവിടേക്ക് ബസ് വരും. പിന്നെ ആ ബസ് കയറിയിട്ട് നേരെ റൂമിൽ പോയി ഇറങ്ങുക. അപ്പോൾ നിഹാലിലുള്ള റൂം സെപ്പറേറ്റ് ആണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ഒരു ലാസ്റ്റ് മൊമെൻ്റ് ഇത്രയും അടിപൊളിയായിരിക്കുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടുന്ന് പോരാൻ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയിട്ടാണെങ്കിലും ഇനിയും അവിടെ പോയിട്ടുണ്ട്, ഒരു ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ലാസ്റ്റ് ദിവസം നൈറ്റായിരുന്നു നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നതും അവരായിട്ട് കമ്പനി ആവുന്നതും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നതൊക്കെ. അവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടമില്ലാതായത് അവിടുത്തെ ഓട്ടോക്കാരെ മാത്രമാണ്. കാരണം ഭയങ്കര ചാർജ് ആയിരുന്നു അവിടുന്ന് ഓട്ടോക്ക് കുറച്ച് ദൂരം പോകാൻ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും അവിടുന്ന് നടന്നായിരുന്നു പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് അവിടുത്തെ ഫുഡാണ്. പിന്നെ നമ്മൾ നൈറ്റ് നടന്നു പോയത് നമ്മളെ ആ ലാസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്, അത് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ആ DJ പാർട്ടി അതൊക്കെ അടിപൊളിയായിരുന്നു.